നമ്മൾ പണത്തെ കൈകാര്യം ചെയ്യുന്ന രീതി തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം. കൊടുക്കുന്നതിൽ കൂടുതൽ തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യത അതിൽ കാണുന്നു. ഈ പൈസ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് സൈക്കോളജിപരമായി പഠനം തെളിയിച്ചിട്ടുള്ളത്. ആ കാണുന്ന പോലെ തന്നെയായിരിക്കും പണം നമ്മുടെ കയ്യിൽ വരാനുള്ള സാധ്യതയും. പലരും കേട്ടിട്ടുണ്ടായിരിക്കും മണി ബ്ലോക്ക് എന്ന്. ഈ മണി ബ്ലോക്ക് വരാനുള്ള കാരണമൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഇന്ന് എല്ലാവരും EMIക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. നമ്മുടെ കയ്യിൽ പണം വരും, അതേപോലെ തന്നെ ചിലവായി പോകും. എന്താണ് ഇതിന് പ്രധാന കാരണം? നമ്മൾ പണത്തെ കൈകാര്യം ചെയ്യുന്ന രീതി തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്ത, നമ്മുടെ കയ്യിലെ പൈസ ഒരു ആവശ്യത്തിന് വേണ്ടി ചിലവാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ അയ്യോ കയ്യിലെ പൈസ കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു ചിന്ത വരും. ഇത് ചിലവാകുകയാണല്ലോ എന്നുള്ള ചിന്ത വരും. ഈ നിരന്തരമായ ഒരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ദോഷഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുന്ന പൈസ അത് നമ്മൾ നൽകുമ്പോൾ സന്തോഷത്തോടു കൂടി നൽകുകയും അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പല തലങ്ങളിലായി പ്രവർത്തിച്ച് അത് മറ്റുള്ളവർക്ക് ഉപകാരമാവുന്ന രീതിയിലാണ് ആ പൈസ ചെന്ന് ചേരുന്നത് എന്നുള്ളൊരു സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ പൈസ ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിൽ കൂടുതൽ തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യത അതിൽ കാണുന്നുണ്ട്. നമ്മളൊരു വണ്ടിയിൽ യാത്ര ചെയ്ത് ഒരു ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, അവിടെ ഒരു 100 രൂപ കൊടുത്ത് നമ്മൾ ആ സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയ വ്യക്തി, ആ വാഹനത്തിൻ്റെ ഉടമ നമ്മളിൽ നിന്ന് 150 രൂപ ആവശ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തർക്കിക്കാൻ പോകും. അതുപോലെ തന്നെ ചിലപ്പോൾ അവരായിട്ട് വഴക്കിടാൻ പോകും. പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങളിലും നമ്മൾ ലാസ്റ്റ് ആൾ നിർബന്ധിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് 150 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ ചീത്ത പറഞ്ഞ് തിരിച്ചു പോരും. ഇതാണ് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ നിന്നൊരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി മുതൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഈ 100 രൂപ ആൾക്ക് അവകാശപ്പെട്ട പൈസയും ബാക്കിയുള്ള 50 രൂപ നമ്മൾ ചാരിറ്റി പ്രവർത്തനം വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൈസയുമായി കരുതിക്കൊണ്ട് ഈ വ്യക്തിക്ക് നൽകുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ കുടുംബത്തിലേക്ക് അതൊരു ഉപകാരത്തിലേക്കായി മാറട്ടെ എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ നൽകുകയാണെങ്കിൽ ഈ പൈസ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് സൈക്കോളജിപരമായി പഠനം തെളിയിച്ചിട്ടുള്ളത്. പൈസ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ പണ്ടത്തെ പോലെ തന്നെ പേഴ്സിൽ കണ്ടമാനം പൈസ ഇല്ലാതിരിക്കുന്നൊരു കാര്യമാണ്. ഒക്കെ ATM കാർഡിലേക്കും ഗൂഗിൾ പേയിലേക്കും മാറിക്കഴിഞ്ഞു. എന്നാലും ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കയ്യിലിരിക്കുന്ന പേഴ്സിലെ പൈസ നമ്മൾ ഒരു ബഹുമാനത്തോടു കൂടി അടക്കും ചിട്ടയോടും കൂടി തന്നെയാണോ നമ്മളത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളത് കരുതി സൂക്ഷിക്കുന്നത്, അതിൻ്റേതായ ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ളവർക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാം. ഇതിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ വയ്ക്കാം. ഇതിൻ്റെ പറയാനുള്ള മെയിൻ കാരണം, നമ്മൾ എങ്ങനെയാണോ പണത്തെ കാണുന്നത് ആ കാണുന്ന പോലെ തന്നെയായിരിക്കും പണം നമ്മുടെ കയ്യിൽ വരാനുള്ള സാധ്യതയും. മാക്സിമം നമ്മൾ ആ പണത്തെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ആ പൈസ ചിലവാക്കിക്കൊണ്ടും നമ്മൾ മനസ്സിൽ പൈസ ചിലവാകുന്നു എന്നുള്ളൊരു ദുഃഖ മനോഭാവം ഇല്ലാതെ തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ പൈസ നമ്മുടെ കയ്യിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. പലരും കേട്ടിട്ടുണ്ടായിരിക്കും മണി ബ്ലോക്ക് എന്ന്. ഈ മണി ബ്ലോക്ക് വരാനുള്ള കാരണമൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളാണ്, നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകളിൽ എപ്പോഴും പൈസ ഇല്ലല്ലോ എന്നുള്ള ചിന്തയാണ്. അല്ലെങ്കിൽ ലോൺ അടയ്ക്കണം, അടുത്ത EMI അടയ്ക്കണം. ഇന്ന് എല്ലാവരും EMIക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേർക്കാണ് ലോൺ ഇല്ലാത്ത എന്നിവിടെ കമൻറ്റ് ചെയ്യാൻ പറ്റും? അല്ലാന്നുണ്ടെങ്കിൽ എത്ര ലോൺ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻ ഈ ചാനലിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയോ പിന്നീട് നമ്മൾ ചിത്രീകരിക്കുന്ന ഈ വീഡിയോസുകൾ നിങ്ങളുടെ കയ്യിലെത്താൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യുക. വീണ്ടും കാണാം.